ആ ഭാര്യക്ക് കിട്ടേണ്ടത് ഭർത്താവ് കൊടുക്കണമെങ്കിൽ ഭാര്യ വേറെ ആൾക്കാരൊപ്പം പോകും. അതിപ്പോ ഇല്ലാത്തതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സർക്കാരിനെതിരെ എന്തിനാണ് ഇവര് പിന്നെ പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാര്യം അറിയാം. കാരണം പിന്നെ അത് അങ്ങനെ ആയിരിക്കില്ല. ഇനിയിപ്പോ എന്റേതായ ഒരു സംശയം നമുക്കിപ്പോ പറയാലോ, അതായത് അവിടെ നടന്നത് ചിലപ്പോ ഒരു കൊലപാതകം തന്നെ ആയിരിക്കും. അതായത് നമ്മള് ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങള്, അത് തമിഴ് റീമേക്ക് ഉണ്ടാവും. തമിഴാണോ ഹിന്ദി സിനിമയാണ്. അപ്പൊ അതുപോലെ വെടിശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ കേട്ടില്ല എന്നും പറയുന്നുണ്ട്, പല രീതിയിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു IT പിന്നെ സംഘമാണ്, ഒരു യൂണിറ്റാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. അത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പലരും പല സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ടില്ലേ. ഇപ്പൊ ആർക്കും ആരെയും വേണ്ട, അങ്ങനത്തെ ഒരു എന്താ പറയാ ശീലത്തിലൂടെയാണ് നമ്മുടെ മലയാളികളായ ഓരോ ആളുകളും, അതിപ്പോ അധികാരികളായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകിച്ചുള്ള ഒരു രീതി. അപ്പോൾ നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു വൈകുന്നേരത്തെ ഒരു. അതും കൂടി ഞാനിതിൽ കാണിച്ചു തരാം. എന്തായാലും ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ, 2-3-4 ദിവസം മുന്നേ, ഒരു ബിസിനസ്സുകാരൻ, നമുക്കൊക്കെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ CJ റോയ് പിന്നെ നെഞ്ചിലേക്ക് വെടിവെച്ച് ജീവനൊടുക്കി എന്നുള്ളൊരു വാർത്ത നമ്മൾ ശരിക്കും ചെറിയൊരു നെട്ടലോട് കൂടി തന്നെയാണ് ഓർത്തത്. കാരണം അത്രയും എന്താ പറയുക, കോൺഫിഡൻ്റ് ആയ ഒരാൾ ആഡംബരത്തോടു കൂടി വലിയ രീതിയിൽ പിന്നെ ബിസിനസ്സുകൾ നടത്തുകയും അതേപോലെ തന്നെ അവർ പിന്നെ പല രീതിയിലുള്ള എന്താ പറയുക ബിസിനസ്സിൻ്റെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മേഖലയിലും കൂടി ആയിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉള്ള വളർച്ചയായിരുന്നു എന്നൊക്കെ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. 27 വർഷത്തെ അല്ലെങ്കിൽ 28 വർഷത്തെ പിന്നെ സ്വന്തമായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് അദ്ദേഹം എന്താണ് പിന്നെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പിന്നെ ബാംഗ്ലൂരിലുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് ED അതേപോലെ തന്നെ IT സംഘത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോയി. അതേപോലെ തന്നെ പല പിന്നെ ദുരൂഹതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് ദുരൂഹതകൾ തന്നെയാണ്. കാരണം ഒരു പിന്നെ ദുരൂഹത എന്ന് പറയുമ്പോൾ അത് പല കാരണങ്ങളും പല രീതിയിൽ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിക്കും പിന്നെ ഒരു ഓഫീസിൽ ഇപ്പോൾ 3 ദിവസമായി അവിടെ ഓഫീസിൽ എന്താ ED റെയ്ഡ് നടക്കുന്നുണ്ട്, അതേപോലെ IT റെയ്ഡ് നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടു. പിന്നെ എന്താ പറയുക, അവിടുത്തെ ലോക്കർ തുറക്കാൻ പറഞ്ഞു. ലോക്കർ തുറക്കാൻ പറഞ്ഞപ്പോൾ അതിൽ ചെറിയൊരു നിരുത്സാഹം കാണിച്ചു. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറിപ്പോയപ്പോൾ വെടിശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ കേട്ടില്ല എന്നും പറയുന്നുണ്ട്, പല രീതിയിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു IT പിന്നെ സംഘമാണ്, ഒരു യൂണിറ്റാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. അത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. കാരണം ബാംഗ്ലൂരിലുണ്ട്, ചെന്നൈയിലുണ്ട്, അതേപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ CJ റോയ് എന്ന് പറയുമ്പോൾ പല രാഷ്ട്രീയപരമായിട്ടും എന്താ പറയുക സിനിമാ മേഖലയിലും എല്ലാത്തിലും ഭയങ്കര പിടിപാടുള്ള ആളായിരുന്നു. ഏറ്റവും വലിയൊരു നിസ്സഹായത എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ മുഖം കാണാൻ അത്രയും വലിയ ഒരുപാട് ബന്ധങ്ങളിലുള്ള അല്ലെങ്കിൽ ആളെ കാണാൻ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ആകെ നമുക്കറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക മോഹൻലാലിൻ്റെ നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂരായിരുന്നു. അത് മാത്രമാണ് ഇപ്പോൾ മലയാളികൾക്ക് ആകെ അറിയുന്ന ഒരാൾ. ബാക്കിയുള്ള ആരും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയൊരു എന്താ പറയുക ഒരു പിന്നെ വിഷമം തന്നെയാണ്. കാരണം ഒരുപാട് ചാരിറ്റികളും ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു CJ റോയ്. ചിരിയങ്കണ്ടത്ത് ജോസഫ് എന്നാണ് ആള്. അപ്പോൾ മൂപ്പര്
പിന്നെ മൂപ്പരെ സഹായങ്ങളൊക്കെ കൈപ്പറ്റിയിട്ട് ഒരു രാഷ്ട്രീയത്തിലാളോ അല്ലെങ്കിൽ സിനിമയിലുള്ള ആൾക്കാരോ ഇല്ലെങ്കിൽ ആ ബാംഗ്ലൂരിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരാൾ പോലും അദ്ദേഹത്തിന്റെ അവസാനമായിട്ടുള്ള ഒരു മുഖം കാണാൻ അവിടെ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഇതിപ്പോ നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിൽ പോയി കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇപ്പോ നമ്മുടെ ഇന്റർനെറ്റ് യുഗമാണ്. അപ്പോ ലൈവായിട്ട് അവിടെ നടക്കുന്ന ചടങ്ങുകളൊക്കെ വീഡിയോ ലൈവായിട്ട് എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം അതേപോലെ തന്നെ ഇപ്പൊ തുടങ്ങിയൊരു കാര്യം കൂടിയാണ്. അപ്പൊ ചിലപ്പോ അവര് പിന്നെ വീഡിയോയില് അല്ലെങ്കിൽ പിന്നെ അതിലവര് ദുഃഖം ചേർന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ആരെ വേണമെങ്കിലും പറയാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്താം. അതിനെ കുറ്റപ്പെടുത്താനിപ്പോൾ നമുക്കിപ്പോൾ പൈസയെ അല്ലെങ്കിൽ അധികാരം ഒന്നും വേണ്ട, നമ്മുടെ തൊള്ളയിലത്തെ നാവ് മതി. അങ്ങനെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരോ ആരും അവിടെ കണ്ടില്ല. അത് തന്നെയാണ് എല്ലാവരും എടുത്തു പറഞ്ഞത്. പിന്നെ CJ റോയുടെ ക്യാബിനിൽ നിന്നും സ്വന്തം എന്താ പറയുക തോക്കെടുത്തിട്ട് നെഞ്ചിലേക്ക് വെടിവെച്ചു എന്നാണ് പറഞ്ഞത്. ഒരാളും അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. കാരണം സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർത്തിട്ട് ഒരാളും മരിച്ചിട്ടുണ്ടാവും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ, നമ്മൾ സിനിമയിലൊക്കെ അധികം കാണാറ് തലയ്ക്ക് അല്ലെങ്കിൽ താടിക്ക് അല്ലെങ്കിൽ വായിലൊക്കെ വെടിവെച്ചിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ സ്വന്തം എന്താ പറയുക നെഞ്ചിന് വെടിയുറുക്കാതിനുള്ള നമുക്കൊരു മനോധൈര്യം വേണം. അത് എന്താ പറയാ പിന്നെ അത് അങ്ങനെ ആയിരിക്കില്ല. ഇനിയിപ്പോൾ എൻ്റെതായ ഒരു സംശയം നമുക്കിപ്പോൾ പറയാലോ, അതായത് അവിടെ നടന്നത് ചിലപ്പോൾ ഒരു കൊലപാതകം തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അത് റീമേക്ക് ഉണ്ടാവും, തമിഴാണോ ഹിന്ദിയാണോ, ഹിന്ദി സിനിമയാണ്. അപ്പോൾ അതുപോലെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടാവാനാണ് ചാൻസ്. പിന്നെ വേറൊന്നുണ്ട്, ഈ കേരളത്തിലുള്ള IT ഉദ്യോഗസ്ഥന്മാർ മാത്രം എന്തിനാണ് ബാംഗ്ലൂരിലേക്ക് പോയത് എന്നൊക്കെ ചോദ്യങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാനെന്ന് പറയട്ടെ, ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് തന്നെ നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബാംഗ്ലൂരത്തെ കാര്യം സംസാരിക്കാനും നമുക്ക് പൊടുവുണ്ടാവുമോ? എന്നാൽ ഇത് വാർത്താക്കാർക്ക് വലിയൊരു എന്താ പറയുക വലിയൊരു സംഭവം തന്നെ ആയി. അത് 2 ദിവസം മാത്രം, 2-3 ദിവസം മാത്രം. ഇപ്പോഴും അതിനെക്കുറിച്ചിട്ട് ഓരോ ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പിന്നെ കുടുംബം അല്ലെങ്കിൽ ആ കുടുംബത്തിന് കിട്ടേണ്ട ഒരു നീതി, അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി മരിച്ചത് എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ അത് ആർക്കായാലും ഉണ്ടാവും, നമുക്കായാലും ഉണ്ടാവും. എന്തായാലും മരണത്തിൽ ഒരു ദുരൂഹത തീർച്ചയായിട്ടും ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള CCTV 3 ദിവസമായിട്ട് ഓഫാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ദിവസമായിട്ട് പിന്നെ ഓഫാണ് എന്ന് പറയുന്നുണ്ട്, കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കുക? കാരണം ഇത് രാഷ്ട്രീയമാണോ അതോ ഇത് ഒരു തരം പകപോക്കലാണോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ എൻ്റെതായ ഒരു സംശയം ഞാൻ പറയാണ്, ഇത് CJ റോയ്ക്ക് പറ്റിയൊരു തെറ്റാവില്ല ശരിക്കും. ചിലപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ, ചിലപ്പോൾ ഉള്ളിൽ വേറെ വല്ല ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എന്താ പറയുക മോശമായിട്ട് പറഞ്ഞപ്പോൾ അവര് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അങ്ങനെയാണ് അധികം കാണാനുള്ളൊരു നമ്മൾ ഉള്ളൊരു ചാൻസ് കൂടുതലും കാണുന്നത്. അതെന്തോ അത് ഒരിക്കലും തെളിവ് സഹിതം നമുക്ക് അറിയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ അത് ഇപ്പോൾ പല നമ്മളെക്കാട്ടിലും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ടും കൂടി ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതായത് തെളിവ് സഹിതം CCTV ആണെങ്കിലും കിട്ടില്ല. അതിനൊക്കെ ഉള്ളില് ഭയങ്കര നിയമം അറിയണ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ നിയമം അറിയുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഏതൊക്കെ രീതിയിൽ അത് എന്താ പറയാ ഒഴിവാക്കപ്പെടുത്തിയിട്ടുണ്ടാവുന്നു. അപ്പോൾ പിണറായി സർക്കാരിനെതിരെ എന്തോ സംഭവം വരുന്നുണ്ട്.
അതിശോഭനായ അധ്യക്ഷൻ അയ്യപ്പഭക്തന്മാരെ വഞ്ചിച്ച് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ രാജനീതികളോട് ഇതുവരെ കിടന്നു ആശ്രയിച്ചാലും. അതെ, ഇവിടെ ഇപ്പൊ കണ്ടത് പിണറായി വിജയനെതിരെ ഒരു മാർച്ചാണ്. എന്ത് കാര്യം, എന്ത് പ്രസക്തിയാണ് അതിനുള്ളത്? ഞാൻ കുറച്ചേരെ കണ്ടുള്ളൂ. അത് കണ്ടിട്ട് എന്താണ് കാര്യം എന്ന് ആലോചിക്കുന്നത്. കാരണം നമ്മുടെ ഈ സർക്കാരിനെതിരെ എത്രയോ പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടില് ഇല്ലാത്തൊരു തൊയിരക്കടാണ്. എത്രയോ പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ ഒരു പരിപാടി തന്നെ. ഈ കോൺഗ്രസ്സുകാർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പോകണമെന്ന് അറിയാത്തത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട്. മൈക്ക് കണ്ടാൽ പിന്നെ നമ്മുടെ വി ഡി സതീശനും അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര നാവാണ്. ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ചെയ്തു തരണം. ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറട്ടെ, ഈ മറ്റേ പാർട്ടിക്കാരന് കൊണ്ടുപോകും. അതന്നെ ഉണ്ടാവുക. കാരണം നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഒന്നും കിട്ടാതെ ജനങ്ങൾ എന്ത് ചെയ്യും? കിട്ടുന്ന ആൾക്കാരെത്തിക്കാണ് പോകും. അതന്നെയല്ലേ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോ സ്നേഹബന്ധത്തിലും കൂടുതൽ അതാണ്. കാരണം ഭാര്യയ്ക്ക് കിട്ടേണ്ടത് ഭർത്താവ് കൊടുക്കണമെങ്കിൽ ഭാര്യ വേറെ ആൾക്കാരൊപ്പം പോകും. അതിപ്പോ ഇല്ലാത്തതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സർക്കാരിനെതിരെ എന്തിനാണ് ഇവര് പിന്നെ പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാര്യം അറിയാം. കാരണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ അറ്റാക്കും കാര്യങ്ങളും മറ്റുള്ള രീതിയിലൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ അത് പറയാനൊന്നുമില്ല. അപ്പൊ ഇതും അതേപോലെ തന്നെയാണ്. വെറുതെ കണ്ട മാർച്ചും ഇല്ലെങ്കിൽ ഏപ്രിലും മെയ്യും ഒക്കെ കൊടുത്തിട്ട് എന്തുടെ കാര്യം, ഒരു കാര്യമില്ലാന്ന് വെറുതെയാണ്. ഇതാ ഇപ്പൊ ഞാൻ ഒന്ന് പറയട്ടെ, ഇപ്പൊ അവിടുത്തെ ഒരൊറ്റ മാർച്ച് കാരനാണ് എത്രയും ബ്ലോക്ക്. പിന്നെ ഇനിയിപ്പോ പറയണ്ട, ആശുപത്രിപ്പടി എത്തുമ്പോ പറയേ വേണ്ട. അപ്പോ ഇതിപ്പോ ബ്ലോക്ക് ഇപ്പൊ സർവ്വസാധാരണയാണ്. എന്നിരുന്നാലും ഒന്നും കൂടി ബ്ലോക്കിന്റെ അംശം കൂടിക്കൊണ്ടേ വരികയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഓരോ പോലീസുകാർക്കും തലവേദനയാണ്, ഹൈ പ്രഷറാണ്. കാരണം കോൺഗ്രസ്സുകാരുണ്ടാക്കണതും അതേപോലെ BJP-ക്കാരുണ്ടാക്കണതും പിന്നെ LDF ഉണ്ടാക്കണതും ഒക്കെ ഇവര് തന്നെയാണ് നിയന്ത്രിക്കുക. കാരണം ഇതൊക്കെ പോലീസിന്റെ സംരക്ഷണത്തിലും അതേപോലെ തന്നെ പോലീസിൻ്റെതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ഏകദേശം എത്തിപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. നമ്മളിപ്പോൾ എത്ര കണ്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പറയാതിരുന്നിട്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കാം. ഇല്ലെങ്കിൽ എന്താ അറിയോ, അപ്പോൾ ഇനി നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നിവേദനങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എന്ത് ഉണ്ടേന്ന് കിട്ടിയത്? അറിയാൻ ചോദിക്കാറ്. നമുക്ക് ഇന്ന് എന്താണ് നമ്മളിന്ന് പ്രതീക്ഷിച്ചിട്ട് കേന്ദ്രം എന്തെങ്കിലും രീതിയിൽ നമ്മളെ സഹായിക്കാൻ കേരളത്തിനെ സഹായിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പിന്നെ കേരളത്തിന് എയിംസ് വരും. എയിംസ് ആവില്ല കേട്ടോ വരിക, ചിലപ്പോൾ എയ്ഡ്സ് ആവും വരിക. അപ്പോൾ എയിംസ് വരും. അതേപോലെ തന്നെ പുതിയ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ ഓരോ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ സുരേഷ് ഗോപി പറയുന്നത് കേട്ടു. പ്രധാനമന്ത്രി വരുമ്പോൾ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളെ മലയാളികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി വരുന്ന സമയത്ത് നമ്മളെ മലയാളികളുടേതായിട്ടുള്ള വേഷം, അതായത് വൃത്തി ഇല്ലാത്തതല്ല. UP-ലും അല്ലെങ്കിൽ ബംഗാളിലും അല്ലെങ്കിൽ ഒറീസയിലും ആസാമിലും കാണുന്ന പോലെയുള്ള വേഷമല്ല. അതായത് നല്ല വൃത്തിയും വെടുപ്പും അതേപോലെ ചന്ദനക്കുറിയും തൊപ്പിയും. ഇവിടെ മതമല്ല, ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടെ ജാതിയില്ല, അല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. അതായത് ഞങ്ങളിവിടെ സമാധാനത്തോടു കൂടി ഉള്ളത് ഓണം കൊണ്ട് പോലെ എന്നുള്ള രീതിയിൽ ജീവിക്കുകയാണ് എന്നുള്ളത് നരേന്ദ്രമോദി ചിലപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മൂപ്പരെ ഒപ്പം ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ അധികം പ്രഖ്യാപിക്കണ്ട. കാരണം
പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ഒക്കെ വേണ്ടാത്ത പറയണേ. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് ഒന്നും പ്രഖ്യാപനമില്ല എന്ന് മൂപ്പര് പ്രഖ്യാപിക്കാതെ പോയി. അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞൊരു വാർത്തയിൽ ഭയങ്കര ഇതായി നമ്മൾ കണ്ടു. പിന്നെ അതേപോലെ തന്നെ അത് ഉത്തരാഖണ്ഡ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇനിയിപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാവും കിട്ടുക? നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവമേ അല്ലെങ്കിൽ പടച്ചോനെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ പുണ്യാള എന്നൊക്കെ പറഞ്ഞിട്ടാവും നമ്മൾ നീക്കുക. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയണത്. ഇനിയിപ്പോൾ അവർ പറയിപ്പിക്കാൻ പോണ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ജയ് ശ്രീരാമാവും വിളിപ്പിക്കാം, അതേപോലെ ജയ് ശ്രീരാം വിളിക്കേണ്ടി വരും. അതൊക്കെ അത്രയൊക്കെ വേണോ? വേണ്ട. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പണ്ടാരക്കെട്ട് വേണ്ട, അല്ലാതെ വേറൊന്നുമില്ല. നമുക്കിപ്പോൾ അവരുണ്ടായിട്ടും അവരില്ലെങ്കിലും നമുക്ക് ജീവിക്കണം. നമ്മൾ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. കാരണം നമുക്ക് നമ്മുടെ അയൽവാസിക്കോ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളെ കാര്യം പറയാതിരിക്കാനല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളത് എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയിട്ട്. ഇനിയിപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല. ഇപ്പോൾ ന്യൂസിൽ കേൾക്കണ ഒരു വാർത്ത, എന്താ ഓണോറിയം അല്ല, എന്താ അങ്ങനെ ഈ കടൽ തീരത്തുനിന്ന് കിട്ടുന്ന ഒരു മണലിൻ്റെയൊക്കെ പേരാത്രേ. അത് നമുക്ക് കൂടുതൽ അറിയില്ല. എന്നിരുന്നാലും ഇവർ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരാന്ന് പറയുമ്പോൾ അതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുള്ള് തള്ളാണ്. കാരണം നമുക്ക് ഒന്നും കിട്ടില്ല, ഉറപ്പായിട്ട് ഞാൻ പറയാം. അതിന് കുറേ മണ്ടന്മാരുണ്ട്. അവർ BJPക്കാണ്ട് വോട്ട് ചെയ്തിരും. ഇപ്പം എന്തുട്ടുണ്ടായി? സുരേഷ് ഗോപി പറഞ്ഞു കേട്ടില്ലേ, മറ്റേടത്തെ മോനേന്ന്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇവർ രാഷ്ട്രീയമാണോ കളിക്കുന്നത് അതോ വർഗീയതയാണോ ഉണ്ടാക്കണത്? അത് മലയാളികൾക്കുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും അതിൽ കുറേ എന്താ പറയുക ആൾക്കാരുണ്ട്. അത് അവരാണ് ശരിക്കും ഒന്ന് കൺസെപ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക ഒത്തൊരുമിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ മലയാളികളാണ്. ഇത് കാണാനൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ ബ്ലോക്ക്, അതായത് ഇപ്പോൾ പിണറായി വിജയനെതിരെ ഒരു മാർച്ച് നടത്തി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ബ്ലോക്ക് ഇപ്പോൾ ഏകദേശം ആശുപത്രിപ്പടി വരെ എത്തിയിട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം കുറച്ച് ഒരു 2-3 10 സെക്കൻഡ് മതി ഇവിടെ മൊത്തത്തിൽ ഒന്ന് ബ്ലോക്ക് ആവാൻ. അല്ലേലേ ഇവിടെ ആ ബസ് സ്റ്റാൻഡ് കാരണം ബ്ലോക്കാണ്. ഞാൻ ഇന്ന് കുറേ കാര്യം പറയണമെന്ന് എഴുതിയതാ, അല്ലെ ഇന്ന് ലൈവായിട്ട് വരണമെന്ന് എഴുതിയതാ. നോക്കുമ്പോൾ നടക്കില്ല. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോയാൽ ചിലപ്പോൾ ശരിയാവില്ല. ഈ ബൈക്ക് പോണ മാതിരി നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകനെ നേരിട്ട് പറയണ്ടായി. അതായത് ഈ ഡ്രൈവർമാരെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ നിൽക്കണ്ട, അവർക്ക് അറിയും ഡ്രൈവിങ് എന്താണെന്നുള്ളത്. അവരെ പിന്നെ ഡ്രൈവർമാരെ നിങ്ങൾ അങ്ങനെ ഓടിക്കണം, നിങ്ങൾ ഇങ്ങനെ ഓടിക്കണം, നിങ്ങൾ റോഡിൽ ഇങ്ങനെ ഓടിച്ചാൽ മതി, അങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എന്താ? അവർക്ക് അറിയില്ലേ വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി തന്നെയാണ്. ഞാനും ഒരു എന്താ പറയുമ്പോൾ ഇന്ത്യയുടേതായ ഒരു ബുദ്ധിക്ക് എനിക്കും തോന്നി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കാം. ഇനി സൈഡിലേക്ക് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല, വൈകുന്നേരത്തെ ഹെഡ്ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, പിന്നെ റോഡിൽ ക്ഷമ കാണിക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിൽ തോന്നുന്നത് അതേപോലെ പോവുക. കാരണം നമ്മുടെ കേരളത്തിലുള്ള പിന്നെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെയാണ്, അങ്ങനെയല്ല, അല്ല അങ്ങനെ ആയിരിക്കും. ഇവിടെ എന്താ പറയുക നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാർ പോലും എന്താ പറയുക നിയമം തെറ്റിച്ചിട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ എന്തുട്ടാ ജനങ്ങൾക്ക് പ്രശ്നം? അതന്നെയാണ് ഇപ്പം ഞാൻ എൻ്റെ സ്വയം ബുദ്ധിയും കൊണ്ട് ചോദിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നല്ല രീതിയിൽ വാഹനം ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് പരമാവധി തെറി വരിക തന്നെ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്താ പറയുക ഒരാളെ പറ്റിയിട്ട് ഒരു കുറ്റം പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞിട്ട് അയാളെ പേരടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അയാളെ ഇല്ലല്ലേ ആ വീഡിയോ അല്ലെ ഈ വീഡിയോ
ഏതെങ്കിലും ഒരു വീഡിയോ ഒരു 10 സെക്കൻഡ് കാണുകയാണെങ്കിൽ പിന്നെ അയാളെ കുറിച്ചിട്ടുള്ള മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ പറയണത് നമ്മുടെ ടോണി അച്ചായൻ ഇടുക്കി അതായത് ഇടുക്കിയല്ല കേട്ടോ, എന്താ പറയുക, അച്ചായൻ ഗോൾഡ്. നമുക്കൊക്കെ മലയാളികൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു പേര് തന്നെയാണ് അച്ചായൻ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു ആള്, ടോണി അച്ചായൻ. ആ മൂപ്പരെ പറ്റിയിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിഷയം തന്നെയാണ്. കാരണം ഒരു ലൈഫ് മിഷൻ പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീട് ഒരാൾക്ക് അത് വീട് വെച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത എന്നൊന്നും കൃത്യമായിട്ട് അച്ചായനും പറയില്ല. ഞാൻ അച്ചായന് 3-4 വട്ടം വിളിച്ചു. പിന്നെ അതേപോലെ തന്നെ മുമ്പിലേക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ ഒരു ക്ലാരിഫിക്കേഷനും അതിന് വന്നിട്ടില്ല. അപ്പോൾ ഇതാദ്യം കൊണ്ടുവന്നത് എന്താ പറയുക, സീക്രട്ട് ഏജന്റ് വന്ന ഒരു ചങ്ങായാണ്. പിന്നെ രണ്ടാമത്തത് വേറെ യൂട്യൂബറെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ അച്ചായൻ തന്നെ പറയുന്നുണ്ട് ഈ യൂട്യൂബർമാർക്ക് വേറെ പണിയില്ല, അവർക്ക് ഇതന്നെയാണ് പണി. ഞാൻ അച്ചായനെ പൊക്കി പറയല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ എന്താ പറയുക ഈ അഴിമതികൾ നടക്കുന്നുണ്ട്. ശരിക്കും അതല്ലേ ഇവർ കണ്ടുപിടിക്കണ്ടേ. പക്ഷെ കണ്ടുപിടിച്ചിട്ടും അതിനെക്കുറിച്ചിട്ട് ആരും ഒരു വ്യക്തതയും വരാതെ ആകുമ്പോൾ കിട്ടിയ ആൾക്കാരെ പിടിക്കുക. അതന്നെയല്ലേ ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അല്ലേ. എന്തോ നമുക്കിപ്പോൾ ആര് എന്ത് ചെയ്താലും നമ്മൾ രാവിലെ നീക്കണം. നമുക്ക് വേണ്ട രാവിലെ പണിക്ക് തന്നെ പോകണം. Bye.